ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 8ാമത്തെ ദിവസമാണ്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം ഏത്? സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി, സരൾ. സരളാണ് 2013 സമുദ്ര ഗവേഷണത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. അടുത്തത്, ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാൽകുത്തിയ ആദ്യ ഇന്ത്യക്കാരനാര്? ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാൽകുത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ സി, അജിത് ബജാജ്. അജിത് ബജാജാണ് ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാൽകുത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം. ആൻസർ ഓപ്ഷൻ എ, കൂടിയാട്ടം. കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ദ്രുപ്ത് ആരിലൂടെയാണ് പ്രശസ്തമായത്? ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ദ്രുപ്ത് ആരിലൂടെയാണ് പ്രശസ്തമായത്? ആൻസർ ഓപ്ഷൻ ബി, മിയാൻ താൻ സെൻ. മിയാൻ താൻ സെന്നിലൂടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ദ്രുപ്ത് പ്രസിദ്ധമായത്. അടുത്തത്, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിതയാര്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത. ആൻസർ ഓപ്ഷൻ ഡി, ദേവിക റാണി. ദേവിക റാണിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത. അടുത്തത്, കേരളത്തിൻ്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച ആദ്യ വ്യക്തി ആര്? കേരളത്തിൻ്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച ആദ്യ വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി, വി വി ഗിരി. വി വി ഗിരിയാണ് കേരളത്തിൻ്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച ആദ്യ വ്യക്തി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? സൗന്ദര്യലഹരി എന്നറിയപ്പെടുന്നത് ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീ ശങ്കരാചാര്യർ. ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ് സൗന്ദര്യലഹരി എന്നറിയപ്പെടുന്നത്. അടുത്തത്, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ആൻസർ ഓപ്ഷൻ എ, 2012 മുതൽ 17 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 17 വരെയാണ്. അടുത്തത്, 2012 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2012 ഒരുപാട് പഴയതാണ്, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അതിൽ ആൻസർ വരുന്നത് റാവൂരി ഭരദ്വാജിയാണ്. 2023 ജ്ഞാനപീഠം ലഭിച്ചത് വിഖ്യാത ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാറിനും അതുപോലെ തന്നെ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കുമാണ് 2023 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2023 ജ്ഞാനപീഠ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് 2 പേരാണ്. വിഖ്യാത ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാറിനും അതുപോലെ തന്നെ സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യയ്ക്കുമാണ് 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാര്? ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ എ, അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ. അടുത്തത്, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ? ആൻസർ ഓപ്ഷൻ ഡി, 3214 കിലോമീറ്റർ. 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, താഴെ പറയുന്നവൻ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവൻ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, കോസി. കോസി നദിയാണ് സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത്. ചിനാബ്, ബിയാസ്, ചലം എന്നിവയെല്ലാം സിന്ധു നദിയുടെ പോഷക നദികളാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ആൻസർ ഓപ്ഷൻ എ, ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഏത് അയൽരാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? ഏത് അയൽരാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം. ആൻസർ ഓപ്ഷൻ ഡി, താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം എന്നറിയപ്പെടുന്നത് താരാപൂറാണ്. അടുത്തത്,
ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ വാരണാസി മുതൽ കന്യാകുമാരി വരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ വാരണാസി മുതൽ കന്യാകുമാരി വരെയാണ്. അതായത് ശ്രീനഗറിൽ മുതൽ കന്യാകുമാരി വരെയാണ് NH44 ഏറ്റവും വലിയ ദേശീയപാത ഇന്ത്യയിലെ. അതും ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ്. ഇതിലെ ആൻസർ വന്നിരിക്കുന്നത് വാരണാസി മുതൽ കന്യാകുമാരി വരെയാണ്. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റില്ലാത്ത ഭാരം കുറഞ്ഞ വിമാനമേത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റില്ലാത്ത ഭാരം കുറഞ്ഞ വിമാനം. ആൻസർ ഓപ്ഷൻ ബി ദീപക്. ദീപക്കാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റില്ലാത്ത ഭാരം കുറഞ്ഞ വിമാനം. അടുത്തത്, ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി വിശാഖപട്ടണം. വിശാഖപട്ടണത്തിലാണ് ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഭിലായ് ഉരുക്കു നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്? ഭിലായ് ഉരുക്കു നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോട് ആരംഭിച്ചതാണ്? ആൻസർ ഓപ്ഷൻ ഡി റഷ്യ. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഭിലായ് ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത്. അടുത്തത്, പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ എ ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനെയാണ് പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. ഫസൽ അലി കമ്മീഷനാണ് ഇതിന് സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ്റെ പേര്. അടുത്തത്, അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തതാര്? അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആൻസർ ഓപ്ഷൻ എ ബരീന്ദ്രകുമാർ ഘോഷ്. ബരീന്ദ്രകുമാർ ഘോഷാണ് അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അടുത്തത്, ചൗരി ചൗര സംഭവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടതാണ് ചൗരി ചൗര സംഭവം. അടുത്തത്, പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത് ആര്? പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത്. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി ഏത്? താഴെ പറയുന്നവയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി. ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി എന്നറിയപ്പെടുന്നത്. അടുത്ത്, ഗരീബി ഹട്ടാവ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഗരീബി ഹട്ടാവ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി 5ാം പദ്ധതി. 5ാം പദ്ധതിയിലാണ് ഗരീബി ഹട്ടാവ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്തത്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ആര്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ എ രാജ് നാരായൺ. രാജ് നാരായണനാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി മണ്ഡലത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയത്. അടുത്തത്, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ ബി അഹമ്മദ് നഗർ കോട്ടയിലെ തടവുകാർക്കാണ്.
അഹമ്മദ്നഗർ കോട്ടയിലെ തടവുകാർക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ജവഹർലാൽ നെഹ്റു എഴുതിയ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെന്ന് ഉൾപ്പെടുത്തിയത്. അടുത്തത്, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ആൻസർ ഓപ്ഷൻ ബി, 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ, അതിൽ ആൻസർ വരുന്നത് സി ആണ്. ഇപ്പോൾ നിലവിലുള്ളത് അരുൺകുമാർ മിശ്രയാണ്. നിലവിൽ 2023-24 അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അടുത്തത്, ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ, ഹുബ്ലി. കർണാടകയിലെ ഹുബ്ലിയിലാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം, ആൻസർ ഓപ്ഷൻ ഡി, പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്നത് പേരാലാണ്. അടുത്തത്, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതാര്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതാര്? ആൻസർ ഓപ്ഷൻ എ, അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്തയിൽ വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. അടുത്തത്, നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്ത ആശയമാണ്? നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്ത ആശയമാണ്? ആൻസർ ഓപ്ഷൻ ഡി, USA അല്ലെങ്കിൽ അമേരിക്ക. ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അടുത്തത്, ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്ത്? ആൻസർ ഓപ്ഷൻ സി, പഞ്ചാബിലാണ് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അടുത്തത്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി, സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി വീണ്ടും കാണാം.